കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതി വിമലയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പം മീര വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് മീര അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പം വിമല ചോദിച്ചു, അല്ല മീര ഇവിടെ ഇല്ലെന്ന് ചോദിക്കാം. അവൾ ഇവിടെ ഇല്ലമ്മേ, 2 ദിവസം കഴിഞ്ഞിട്ടോ വരുവോളെന്ന് എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അമ്മ ഇവിടെ 2 ദിവസത്തെ കൂടെ നിൽക്കുക, 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടാൽ വിമല പറഞ്ഞു, അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയാം. അതെന്താ? എനിക്ക് പോണെന്ന് പറയാം. അമ്മയുടെ ഈ പിടിവാശി എല്ലാത്തിനും കാരണം 2-3 ദിവസം നിന്ന് ഇവിടെ നിന്ന് ശരീരമൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം തിരികെ വീട്ടിലേക്ക് പോയാൽ മതി. അതല്ല, ആദിയുടെ പഠിത്തം അവന്റെ ടീച്ചേഴ്സിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. അമ്മ അതോർത്ത് വിഷമിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. അത് മാത്രമല്ല 2 ദിവസം കഴിയുമ്പോൾ മീരയും കൂടി വരികയും ചെയ്യും. പിന്നെ അമ്മയുടെ കാര്യം അവൾ നോക്കിക്കോളും. ഞാൻ എല്ലാ ദിവസവും വന്നോളാം ഇങ്ങോട്ട്, പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാം. അമ്മ ഇവിടെ ഇരിക്കുക, അമ്മയ്ക്ക് കുടിക്കാൻ അടിച്ചിട്ട് വെള്ളം എടുക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് ശ്രുതി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ആദ്യം അവിടെ കിടന്ന് ഓടി കളിക്കുക. ആദ്യക്ക് ഭയങ്കര സന്തോഷമായി അങ്ങോട്ട് വന്നത് തന്നെ. അങ്ങനെ വെള്ളമെല്ലാം കുടിക്കാൻ കൊടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അമ്മ ഇങ്ങനത്തെ സാഹസത്തിനൊന്നും മുതിരില്ലെന്ന് പറയാം. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ. അല്ല അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി ഇങ്ങനെയൊന്നും വരില്ല. ആ രേവതിയുടെ സച്ചിയുടെ കണ്ണി പെട്ടിട്ടുണ്ട്, അറിയാലോ മോളെ. അവര് പാവ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അമ്മയൊന്ന് ഓർത്തു വയ്ക്കേ. രേവതി സച്ചി എന്താ ചെയ്യാൻ പോന്നെ? അമ്മേനെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലാനല്ലേ. പക്ഷെ അങ്ങനെ എങ്ങാനും വന്നായിരുന്നെങ്കിലോ, എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? ആദ്യം എന്നെ കുറിച്ച് എന്തായാലും അവരോട് പറഞ്ഞിട്ടുണ്ട്, അതോടുകൂടി തീർന്നേനം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മിയമ്മല്ല വിമല, ശരിയാ നീ പറഞ്ഞ ശരി, ഞാൻ അത്രയും ചിന്തിച്ചില്ല. രേവതി പറഞ്ഞ കേട്ടായിരുന്നു അമ്മ, എന്നെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്, എന്നെ കുറിച്ചും അമ്മേനെ കുറിച്ചും ഒക്കെ. അതെന്താന്ന് അവള് കണ്ടുപിടിക്കുന്ന. ഇനി അവളുടെ കൺമുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അമ്മയുടെ മനസ്സിലിരിപ്പ് മൊത്തം അവള് മനസ്സിലാക്കി എടുക്കുമെന്ന് പറയാം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ മുറിക്കകത്തൊന്ന് പുറത്തിറങ്ങല്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഇല്ല മോളെ, ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറയാ. അത് മാത്രമല്ല, ഞാൻ ആശിച്ചു മോഹിച്ചു കിട്ടിയ ജീവിതമാണ്. ആ ജീവിതം തകർക്കാനായിട്ട് അമ്മ ശ്രമിക്കരുത്. അമ്മയ്ക്ക് എന്തേലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ എത്തിച്ചു തന്നോളാം. ആദ്യം പുറത്തേക്കൊന്നും വരണ്ട പറഞ്ഞാട്ടില്ല. ഇനിയിപ്പോൾ അവൻ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അങ്ങനെ രേവതിനെ കണ്ടാൽ അവൾ ഇങ്ങോട്ട് കയറി വരികയും ചെയ്യും. ഇത്ര നാള് ഞാൻ ഒളിപ്പിച്ചു വെച്ച സത്യങ്ങളൊക്കെ പുറത്താവുകയും ചെയ്യുമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യും, അമ്മയ്ക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ നാളെ ഞാൻ വീണ്ടും വരാം. നാളെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മ ഇനിയിപ്പോൾ അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല. പിന്നെ മരുന്നൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം. ഇനി എന്നെ വീണ്ടും ഇട്ട് ചുറ്റിക്കില്ല, അറിയാലോ. എനിക്ക് അതിനെ എപ്പോഴെപ്പോഴും ഓടി വരാൻ പറ്റുന്ന കാര്യമാണ്. എന്നെക്കുറിച്ച് എന്താ അമ്മ ചിന്തിക്കാത്തെ? അമ്മ എപ്പോഴും അമ്മേനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ വിവരം, അതോടല്ലേടി ഞാൻ പറഞ്ഞേ, കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവനെ നോക്കിക്കോണം. കാരണം ഇത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നോണ്ട് അവനൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. എൻ്റെ അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയാണ്. പിന്നീട് കാണിക്കുന്നേ, ശ്രുതി ജോലിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നേരെ വീട്ടിലേക്ക് കയറി വരുവാണ്. ചന്ദ്രമതി ചോദിച്ചു, എന്താടാ മോനെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? എൻ്റെ അമ്മയെ ഞാൻ മടുത്തു. എല്ലാ ദിവസവും ജോലിക്കാന്നും പോയി പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. എന്നിട്ടോ കണ്ട പാർക്കിലും ബീച്ചിലും ഒക്കെ പോയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. മടുത്ത് ഞാനിങ്ങനെ ഇരുന്നിരുന്ന്. ഇനി എനിക്ക് പോകാനൊരു സ്ഥലമില്ല. ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിൽ കൂടെ അല്ലേ പോയിരിക്കണേ. എടാ മോനെ, നീ ഒന്ന് കുറച്ച് ദിവസം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനമ്മേ? അന്നൊരു കാര്യം ചെയ്യാം, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിക്കാനായിട്ട്, നീ അന്വേഷിച്ചോന്ന് ചോദിക്കും. അമ്മേ, ജോലി കിട്ടണ്ടേ? അന്വേഷിച്ചാൽ മാത്രം പോരല്ലോ. അത് ശരിയാ, നീ എത്രയും പെട്ടെന്ന് അന്വേഷിക്കുക. ഒരു ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലമ്മ, ഞാൻ അവളോടെല്ലാം സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ? എനിക്ക് ജോലി ഇല്ല അങ്ങനെ പറഞ്ഞാലോ? ജോലി കളഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞാലോ? എടാ, നീ എന്ത് മധുവത്തരോടാ പറയണേ? ജോലി പോയെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഭാര്യ ഉണ്ടാകത്തില്ല. അവള് കനിസം പറഞ്ഞു കേട്ടായിരുന്നോ? ഈ മാസം ശമ്പളം കിട്ടി കഴിയുമ്പോ അതിനകത്തുനിന്ന് വീട്ടു ചെലവിനായിട്ട് പൈസ തരാന്നാ സച്ചിനെ രേവതിനെ വെല്ലുവിളിച്ചിരിക്കുന്നേ. അപ്പൊ ജോലി ഇല്ലാന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെന്ന പിന്നെ എന്താ സംഭവിക്കാൻ പോന്നെ? അത് ശരിയാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മയെന്ന് പറയണം. തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും മിണ്ടണ്ടെന്ന് പറയണം. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് കടന്നു വരുന്നത്. ശ്രുതിയെ കണ്ടതും പെട്ടെന്ന് ചന്ദ്രമതിച്ചു, മോളെ കസ്റ്റമറെ കണ്ടോന്ന് ചോദിക്കും. കണ്ടമ്മേ, മോള് ക്ഷീണിച്ചു പോയാ? മോൾക്ക് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം. ഇപ്പൊ വേണ്ടമ്മേ, പിന്നെ മതി എന്ന് പറയാണ്. അല്ല, ശ്രുതി എന്താ നേരത്തെ വന്നേന്ന് ചോദിക്കും. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് പറയാണ്. അപ്പോഴാണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രനെ കണ്ടും ചന്ദ്രമതി ചോദിച്ചു, അല്ല യൂണിയൻ ഓഫീസിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് ഒന്നോന്ന് ചോദിക്കും. പെട്ടെന്ന് ഒന്നീ ഇച്ചിരി കുടിക്കാൻ ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് എടുക്കാൻ പറയാണ്. അങ്ങനെ ചന്ദ്രമതി കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വന്നു. ആ സമയത്ത് രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നേ.
രവീന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിക്കും. അതേ അച്ഛാ, ഇപ്പോഴാ വരുന്നതെന്ന് പറയണം. ചന്ദ്രമതി വെള്ളമായിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച രേവതിയുടെ സച്ചിനെയാണ്. ഓഹോ, രണ്ടുപേരും കൂടെ വന്നോ സത്കർമ്മം ഒക്കെ നടത്തിയിട്ട്? ഇന്ന് ആരെങ്കിലും തല ഇറങ്ങി വീണോന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താടി പറയണേന്ന് ചോദിക്കും. മോനും മരുമകളും കൂടെ കൂടിയിട്ടേ ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ. വഴിയിലൊക്കെ വീണ് കിടക്കുന്നവരെ ഹോസ്പിറ്റലാക്കുക, അവരുടെ കുട്ടികളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക, അവരെ ശുശ്രൂഷിക്കുക, തിരികെ പറഞ്ഞു വിടുക. എന്തൊക്കെ നാടകങ്ങളെ ഇവിടെ നടക്കണം എന്നറിയാവോ? നിങ്ങളിത് വല്ല അറിയുന്നുണ്ടോ മനുഷ്യനെന്ന് ചോദിക്കുക. രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താണ് സച്ചി അമ്മ ഈ പറയണേ എന്താന്ന് ചോദിക്കുക. ഈ സമയം രേവതി പറഞ്ഞു, അച്ഛനറിയാവോ, ആദി അന്നിവിടെ എന്റെ താലിയുറക്ക ചടങ്ങിനിടയ്ക്ക് ആന്റിയുടെ അമ്മ വിമലാന്റിയും വന്ന കാര്യം. മനസ്സിലായി, മോളെ ഒന്ന് കുളത്തിന്ന് രക്ഷിച്ചല്ലേ? അത് തന്നെ. അതെ, ഇന്ന് ഞങ്ങൾ പോയ സമയത്ത് ആദിയുടെ അമ്മ വഴി തലയിറങ്ങി വീണ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലാക്കിയിട്ട് ആദ്യം കൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ ചോദിച്ചു, എന്നിട്ട് ഇപ്പൊ അവർക്ക് എങ്ങനെയുണ്ട്? അതൊന്നും അറിയില്ല അച്ഛാ, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് അവർ ഡിസ്ചാർജ് വാങ്ങി പോയെന്ന് പറയാ. ഇതെല്ലാം കേട്ടോണ്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതിക്ക് വല്ലാത്തൊരു വിമിഷ്ടമുണ്ടേ. ദൈവമേ, ഇവളെങ്ങനെ സത്യങ്ങളൊക്കെ ഇനി കണ്ടുപിടിക്കുവോ? അതെന്തേലും ആട്ടെ, അവർക്ക് കുറഞ്ഞല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, ഞാൻ ആകെപ്പാടെ പേടിച്ചിരിക്കുവായിരുന്നു. ഇനി തലതെറിച്ച് ചെറുക്കനെയും കൂടി ഇങ്ങോട്ടെങ്ങാനും വരുമോന്ന് ഓർത്ത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ ആ ചെറുക്കനെ മിക്കവാറും ഇവിടെ കൊണ്ടുവന്ന് ഇവറ്റകൾ രണ്ടും കൂടെ വളർത്തിയാണെന്ന് പറയാ. രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രേ, നീ കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ പറയില്ലേന്ന് പറയാ. പിന്നീട് സച്ചി പറഞ്ഞു, അതെ എനിക്കൊരു ഓട്ടോ ഉണ്ടച്ചാ, ലോങ്ങാന്ന് പറയണം. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. യൂണിയൻ ഓഫീസിൽ ചെന്നപ്പം എനിക്കിന്ന് പൈസ കിട്ടിയെന്ന് പറയണം. മറ്റേ മധുസൂദന 1,00,000 രൂപ നഷ്ടപരിഹാരത്തുക തരാനുണ്ടായിരുന്നല്ലോ, അത് തന്നെന്ന് പറയണം. സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ല അയാൾ കൊണ്ടേ തന്നോ? അച്ഛന് മുഖത്ത് നോക്കിയോ? ഇനി മുഖത്ത് നോക്കില്ലെന്നും പറഞ്ഞില്ല അയാൾ പോയെന്ന് ചോദിക്കാം. എടാ, എന്റെ കൈ കൊണ്ടേ തന്നതല്ല, യൂണിയൻ ഓഫീസിൽ കൊടുത്തിട്ട് പോയതേ. ഓ അങ്ങനെ. ഈ സമയം ചന്ദ്രമതിയുടെ മുഖം അങ്ങ് തടങ്ങി. സുധി ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കി നിൽക്കുകയാണ്. സച്ചി പെട്ടെന്ന് പറഞ്ഞു, എന്റെ അച്ഛാ, ആ പൈസയൊക്കെ മാറ്റി പിടിക്കുക. സുധിയുടെ കണ്ണ് കണ്ടില്ലേ, 500 ബൾബ് പോലെ തെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? അവന്റെ എങ്ങാനും നോട്ടം വീണിട്ടാണെങ്കിൽ ആ പൈസ പിന്നെ പോകുന്ന വഴി കാണത്തില്ല. പരുന്ത് റാഞ്ചുന്ന പോലെ റാഞ്ചിക്കൊണ്ട് പോകുന്നു പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ദേ വെറുതെ എന്റെ ഭർത്താവിനെ കൊച്ചാക്കേണ്ട കാര്യമില്ലെന്ന് പറയും. അവന്റെ കയ്യിലിരിപ്പ് വെച്ച് പറഞ്ഞാ, അതെ ശ്രുതിക്ക് അറിയത്തില്ലാത്തോണ്ട് അവന്റെ കയ്യിലിരിപ്പ്, അതുകൊണ്ടാന്ന് പറയാ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇതേ സച്ചി, വെറുതെ അനാവശ്യമായിട്ട് നീ കിടന്ന് വഴക്കുണ്ടാക്കാൻ വരണ്ട കേട്ടോ എന്ന് പറയണം. അതെന്താ? സുധീനെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് അങ്ങോട്ട് നൊന്തത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. 50 ലക്ഷം പോയ വഴി കണ്ടില്ല, ഇനിയിപ്പോ അവിടെ 1,00,000 കൂടെ വന്നിട്ടുണ്ട്. ഈ 1,00,000 എങ്ങനെ അടിച്ചു മാറ്റാന്നായിരിക്കും അവനിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കണേ. രവീന്ദ്രൻ സച്ചിനെ നിർത്ത മതിയെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, അതെ കല്യാണത്തിന് വേണ്ടി ഞാൻ കുറച്ച് പൈസയൊക്കെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത്രയും കാലം നിന്റെയല്ലേ ഞാൻ കൊണ്ട പൈസ വന്നോണ്ടിരുന്നേ. പക്ഷേങ്കില് ഈ പൈസ നീ അകത്തുകൊണ്ടേ വെക്ക്. സച്ചിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്തു കൊടുക്കണം. അവന് കുറെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. പൈസ ചോദിക്കുമ്പോൾ തരണമെന്ന് പറയാം. പെട്ടെന്ന് സച്ചി പറഞ്ഞു, എന്റെ അച്ഛാ, കള്ളന്റെ കൈ താക്കോല് കൊടുക്കുന്ന അവസ്ഥ പോലെ ആയാലും അമ്മയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താടാ? അല്ല അമ്മയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എനിക്ക് ഈ പണമൊന്നും അങ്ങനെ വേണ്ടാന്ന് പറയണം. ഇല്ല കൊള്ളാന്ന് പറയണം. പിന്നീട് സച്ചി എന്നാൽ ശരി ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന വർഷ ഫോൺ വിളിക്കുവാണ് ശ്രീകാന്തിനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എവിടെയാന്ന് ചോദിക്കുക. ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുക. നീയോ? ഞാനും ഇത് ഇറങ്ങുവാന്ന് പറയണം. എന്നാ ശരി വീട്ടിൽ ചെന്നിട്ട് വിളിക്കാന്ന് ശ്രീകാന്ത് പറയാ. വേണ്ട ഫോൺ വെക്കണ്ട. അതെന്താ? ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് കുത്തി. ഒരു കാര്യം ചെയ്യാം, 3 ഹെഡ്സെറ്റ് എടുത്ത് കുത്താൻ പറയണം, എന്നിട്ടോ നമുക്ക് സംസാരിച്ച് അങ്ങോട്ട് പോകാന്ന് പറയണം. ദേ സംസാരിച്ച് പോകുമ്പോൾ അല്ല പോലീസും പിടിച്ച് അതോട് തീർന്നു. പിന്നെ പോലീസ് പിടിക്കാനായിട്ട് സംസാരിച്ച് നോർത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. പിന്നെ അവരങ്ങോട്ട് സംസാരം തുടങ്ങി. ഓരോ കാര്യങ്ങളും പറഞ്ഞു വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മഹിമ പോയി കഥ തുറന്നു കൊടുത്തു. വർഷ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മഹിമനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇവിടെ ആരോടെ പോലും ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്. ഈ സമയം ശ്രീകാന്തും വീട്ടിലേക്ക് എത്തിയിരുന്നു. ശ്രീകാന്ത് മുറിയിൽ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുക. വർഷ ഇങ്ങനെ സംസാരിച്ച് രാത്രിയായി. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ഇറങ്ങി വന്നില്ല. അവസാനം മസൂദനും മഹിമയോടെ കഴിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് വർഷ ഇറങ്ങി വന്നു, അത് ഫോണിൽ സംസാരിച്ചോണ്ട്. അതിന് കുറച്ച് ഫുഡ് പാത്രത്തിലേക്ക് എടുത്ത് വീണ്ടും മുറിയിലേക്ക് കയറി പോവാ. മഹിമ പറഞ്ഞിടി, നീ ഇത് എങ്ങോട്ടാ ഫോണും വിളിച്ചോണ്ട് പോന്നേ? ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറയണേ. വേണ്ട ഞാൻ മുറിയിൽ പോയിരുന്ന് കഴിച്ചോളാന്ന് പറയാം. കണ്ടില്ല ഏട്ടാ അവളുടെ അഹങ്കാരം. മുറിയിൽ പോയി അവൾക്ക് കഴിക്കണം പോലും കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അല്ല അവൾ ഇത് ആരെയും ഈ ഫോൺ ചെയ്യുന്നേ? വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണല്ലോ, ഏതെങ്കിലും ഫ്രണ്ട്സിനെ ആയിരിക്കുമെന്ന് മസൂദനും പറയാണ്. പിന്നീട് മുറിയിലെത്തി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചോണ്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, അല്ല നീ ഇത് ഇപ്പോഴാണോ ഫുഡ് കഴിക്കണേന്ന് ചോദിക്കാം. അതെ ഇപ്പോഴാ കഴിക്കണേ.
പിന്നീട് വർഷയോട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാം, നീ ഫുഡ് കഴിക്കും, ഞാൻ വെക്കാം, പിന്നെ വിളിക്കാന്ന് പറയണം. അത് വേണ്ട, കഴിച്ചോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയണം. അങ്ങനെ ഫുഡും കഴിച്ച് വീണ്ടും ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു എന്താ ശരി, നീ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. വേണ്ട, എനിക്കിപ്പോൾ ഉറക്കം വരുന്നേ ഇല്ലെന്ന് പറയണം. അതെന്താ ഉറക്കം വരാത്തെ? അത് പിന്നെ നമ്മളെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ലോ, അതാന്ന് പറയണം. ഓ അങ്ങനെ വരട്ടെ. അല്ല, ശ്രീകാന്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, കോളേജ് ലൈഫിനെ കുറിച്ചൊക്കെ. അതോ, അതൊക്കെ ഒന്നും ഒരുപാട് പറയാനൊന്നും ഇല്ലെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എനിക്ക് അറിയണമെന്ന് പറയാം. പിന്നീട് ശ്രീകാന്ത് പറയാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വർഷ ഹാളിലേക്ക് വരുവാണ്. ഹാളിൽ വന്ന് കുറെ സമയം സംസാരിച്ചു. ഈ സമയത്ത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് മസൂദൻ നോക്കുമ്പോ വർഷ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. ഇതെന്താ ഇവളിതിനായിട്ട് ഉറങ്ങിയില്ലേ? പതുക്കെ വന്ന് നോക്കുമ്പോ അവിടെ ഭയങ്കര സംസാരം വരുന്നു. ഈ സമയം വർഷ പറഞ്ഞു അതെ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാന്ന് പറയണം. എന്നാ ശരി, ഞാൻ കോള് കട്ട് ചെയ്തിട്ടെന്ന് ചോദിക്കണം. വേണ്ട, കോള് കട്ട് ചെയ്തൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയണം. അങ്ങനെ ഫോൺ ആ ടേബിളിൽ വെച്ചിട്ട് അങ്ങോട്ട് പോവാ. ഈ സമയത്ത് മധുസൂദൻ അങ്ങോട്ട് വന്നു. മധുസൂദൻ വന്ന് ഫോൺ എടുത്ത് നോക്കുവാണ്, ആരെ വിളിക്കണം. അപ്പൊ ശ്രീകാന്താണ്. ഓഹോ, അപ്പൊ അവനുമായിട്ടാണ് ഇത്ര സമയം സംസാരിച്ചോണ്ട്. അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒന്നും അറിയത്തില്ലാത്ത മറ്റുള്ള ഫോൺ വെച്ചിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. മഹിമ വെച്ച് നിങ്ങളിത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. എങ്ങോട്ട് പോയതാ? നിന്റെ മോൾ അവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അവളെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. എന്നിട്ടോ? അല്ല, അവൾ ആരെയും സംസാരിച്ചോണ്ടിരിക്കുന്ന ആരോടാന്ന് മനസ്സിലാണ്ടേ? ആ, അയാളില്ല രവീന്ദ്രൻ, അയാളുടെ മോനോടാന്ന് പറയണ. ആര്? ശ്രീകാന്തിനോടാ. അതെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞൊരു ചാടി എഴുന്നേക്കും മഹിമ. പെട്ടെന്ന് മസൂദൻ തടഞ്ഞു. വേണ്ട, ഇപ്പൊ നീ ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയാം. അതെന്താ? നമുക്ക് മുള്ളിനെ മുള്ളുകൊണ്ട് നമുക്ക് എടുക്കണം, അറിയാലോ. അതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു സംസാരമേ വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം. അങ്ങനെ രാത്രി നേരം വെളുക്കുവോളം സംസാരിച്ചിട്ടാണ് വർഷയും ശ്രീകാന്തും കൂടെ ഉറങ്ങാൻ കിടന്നേ. പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് രവീന്ദ്രന്റെ ചായ ആയിട്ട് രേവതി വരുവാണ്. രേവതി വന്നിട്ട് അച്ഛ ചായ എന്ന് പറയണം. ഈ സമയം ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു ഇതെന്താ നീ നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു അവളല്ല നേരത്തെ എഴുന്നേറ്റ, നീ ആ നേരത്തെ എഴുന്നേറ്റെന്ന് പറയാ. പിന്നീട് ചന്ദ്രമതിക്കൂടെ ഒളിച്ച ചായ കൊടുക്കുവാണ്. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി പറഞ്ഞു എനിക്കൂടെ ഒരു ഗ്ലാസ് ചായ താ രേവതി എന്ന് പറയണേ. രേവതി ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോയി. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. പോലീസ് ജീപ്പിനകത്ത് രണ്ട് പോലീസുകാരും കൂടെ ഇറങ്ങി വരുവാണ്. അവരെ കണ്ടതും പെട്ടെന്ന് ചന്ദ്രമതി കൊടുത്തു. ഇതെന്താ പോലീസുകാരൊക്കെ വന്നിരിക്കുന്നത്? ഇനിയിപ്പം സച്ചിനെ കൊണ്ടുപോകാനാണോ? സച്ചി എന്തേലും കാണിച്ചാണോ? ആരെങ്കിലും അടിക്കോ എന്തെങ്കിലും ചെയ്താണിരിക്കും. അതുകൊണ്ട് പോലീസുകാർ അന്വേഷിച്ച് വന്നായിരിക്കും എന്ന് പറയാം. ഈ സമയത്ത് രവീന്ദ്രൻ വെച്ചു അല്ല എന്താ സാർ എന്ത് വേണമെന്ന് ചോദിക്കാം. പെട്ടെന്ന് പറഞ്ഞു അല്ല ഇത് സുധീന്ദ്രന്റെ വീടല്ലേ നിൽക്കും. അതെ, ഞങ്ങൾ സുധീന്ദ്രന്റെ അന്വേഷിച്ച് വന്നാന്ന് പറയാം. ഇത് കേട്ടോ ചന്ദ്രമതി ഞെട്ടിത്തെറിച്ചു പോവാ. അങ്ങോട്ട് ശ്രുതി ഇത് കേട്ടു. ശ്രുതിക്കും മനസ്സിലായില്ല കാര്യം എന്താന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.